بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد سورة الزمر 4-5 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ 2 ആയത്തുകളിലും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് വശങ്ങൾ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ലൗ അറാദ ലൗ ലൗ അല്ല ലൗ ഇസ്തിഫാലിൻ്റെ ഹർഫാണല്ലോ ലാം. ലൗ അറാദ റാഇനും അലിഫിനും മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്, തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലൗ അറാദ അല്ലാഹു ഇസ്മുൽ ജലാല, ഇതിലെ ലാമും അതിൻ്റെ ദീർഘവും തീർച്ചയായും തഫ്ഖീം ചെയ്യേണ്ടതാണ്. കാരണം ലാമിന് തൊട്ടു മുമ്പിൽ ഉച്ചരിക്കുന്നത് ഫത്ഹ ആകുന്നു, അകാരമാണ് എന്നതുകൊണ്ട്. ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദ, അൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന, അത് പൂർണ്ണമായ ലയിപ്പിക്കലല്ല, മറിച്ച് ഭാഗികമായ നാഖിസായ ലയിപ്പിക്കലാണ്. അൻ യത്തഖിദ വലദൻ ലസ്ത്വഫ വലദൻ, ഈ തൻവീനിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന. ലാ ലാ ലസ്തഫ, ലസ്തഫ, അതെ, അവിടെ യഥാർത്ഥത്തിൽ ല ഇസ്തഫ എന്ന ഹംസത്തുൽ വസ്ൽ ഉച്ചാരണത്തിൽ നിന്ന് കളയപ്പെടുകയാണ്. ല ഇസ്തഫ, ആ ലാമ് തൗക്കീദിനുള്ള ലാമാണ്. നിശ്ചയമായും അവൻ തിരഞ്ഞെടുക്കും എന്നർത്ഥം. ലസ്തഫ, ല ഇസ്തഫ എന്നുള്ളത് ലസ്തഫ എന്ന് ചേർത്ത് ഓതേണ്ടതാണ്. മിമ്മ ഇസ്തഫയിലെ സ്വാദ് ത്വാ, ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ലസ്തഫ മിമ്മ, മീം മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെടുന്ന മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യഖ്ലുഖു യഖ്ലുഖു ഖാ ഖാഫ്, ഇവ രണ്ടും തഫ്ഖീം നിസ്ബി, ആപേക്ഷിക തഫ്ഖീം നൽകി തടിപ്പിച്ച് ഓതേണ്ടതാണ്. മാ യശാ, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. ഇത് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. എന്നാൽ വഖഫിന് വേണ്ടി ഇഷ്ബാ ചെയ്ത് 6 ഹറക്കത്തിൻ്റെ അളവ് വരെ പൂർത്തിയാക്കാവുന്നതാണ്. മാ യശാ, ഹംസ വ്യക്തമാക്കി ശിദ്ദത്തോടുകൂടി ഹംസയിൽ വഖഫ് ചെയ്യണം. യശാ, സുബ്ഹാനഹ്, അതിലുള്ള ബായിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. ഖൽഖല സുഗ്റ. സുബ്ഹാനഹ്, ഹ ഉദ്ദമീറിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂനാണ്. എന്നാൽ ചേർത്തോതുമ്പോൾ അവിടെ വാവ് നൽകി മദ്ദുസ്സില അസ്സുഗ്റ നൽകി ദീർഘിപ്പിക്കണം. സുബ്ഹാനഹു ഹുവ, സുബ്ഹാനഹു ഹുവ. നിർത്തുകയാണെങ്കിൽ സുബ്ഹാന എന്ന് സുക്കൂൻ നൽകി നിർത്തുക. ഹുവല്ലാഹു, വീണ്ടും അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതിലെ ലാമിനെയും അലിഫിനെയും തഫ്ഖീം ചെയ്യുക. അൽ വാഹിദു വ, അൽ വ വ ശരിക്ക് പൂർണ്ണമായും അതിൻ്റെ മഖ്റജ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. വ എന്ന് പറയരുത്. മലയാളത്തിലെ വ അല്ല, വ. അൽ വാഹിദുൽ ഖഹ്ഹാർ, ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന് തൊണ്ടയുടെ മധ്യം. ഖാഫ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അൽ ഖ ഖവിയായ കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം കൂടിയാണ്. ഹ ശബ്ദ നൽകി. അൽ ഖഹ്ഹാർ, ഹായിനും അലിഫിനും തർക്കീഖാണ്, നേർപ്പിച്ച് ഇസ്തിഫാലിൻ്റെ അക്ഷരമായതുകൊണ്ട്.
റായിൽ തഫ്ഖീം കൊടുത്ത് നിർത്തുക. അൽ ഖഹ്ഹാർ ഖലഖസ് സമാവാതി. നിങ്ങളും സ്വയം പറഞ്ഞു നോക്കുക ഞാൻ പറയുന്ന പോലെ. ഖാ, ഖാഫ് ഇവ രണ്ടും തഫ്ഖീം നൽകി ഉച്ചരിക്കണം, തടിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ലാമുണ്ട്. ഖാ ല ഖാ, ഖാ ല ഖാ. ലാമിന് തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമായതുകൊണ്ട്. ഖാവും ഖാഫും ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. അസ്സമാവാതി വൽ അർദ ബിൽ ഹഖ്. അർദയിലെ റാ ദ്വാദ് ഇവ രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. ദ്വാദ് വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ല എന്ന് മുൻപല്ലും നാവിൻ്റെ അഗ്രവും ചേർത്ത് പറയരുത്, തെറ്റാണ്. അത് അതിൻ്റെ ശരിയായ ശബ്ദമല്ല. മറിച്ച് നാവിൻ്റെ സൈഡാണ്, മൊത്തത്തിൽ മേലെ അണപ്പല്ലിനോട് ചേർത്തുകൊണ്ടാണ് പറയേണ്ടത്. വൽ അർദ. ഇസ്തിതാല എന്ന അതിന് സ്വന്തമായ ഒരു സിഫത്തുമുണ്ട്, നീളത്തിലാവുക എന്നാണ്. വൽ അർദ ബിൽ ഹഖ്. ബിൽ ഹഖ് ഖാഫിൽ ഖൽഖല നൽകി, ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുന്നു. അവിടെ ഖാഫിന് തഫ്ഖീമും നൽകണം എന്നതാണ്, ശിദ്ദത്തിൻ്റെ അക്ഷരവുമാണ്. ബിൽ ഹഖ്. യുകവ്വിറുൽ ലൈല. അതിൽ റാഇന് മാത്രമാണ് തഫ്ഖീമുള്ളത്. യുകവ്വിറുൽ ലൈല അലൻ നഹാരി. നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. വയുകവ്വിറുൻ നഹാറ. വീണ്ടും അപദം ആവർത്തിക്കുന്നു. അന്നഹാറ. റായിൽ ഫത്ഹ ഉള്ളതുകൊണ്ട് തഫ്ഖീം കൊടുക്കുക. അലൽ ലൈൽ. ലൈലിൽ ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യൽ അനുവദനീയമാണ്. മദ് ആരിദിൻ്റെ ഹുക്മാണ്. ദീർഘത്തിൻ്റെ പേര് മദ്ദുല്ലീൻ എന്നാണ്. അലൽ ലൈൽ. ആ ദീർഘിപ്പിക്കുന്ന യാ ലീനിൻ്റെ ഹർഫാണെന്നർത്ഥം. വസഖറ. വസഖറ ഖാഇനും റാഇനും പൂർണ്ണമായ തഫ്ഖീം. അശ്ശംസ. ഷീൻ തഫഷി എന്ന പ്രത്യേകതയുള്ള ഷീൻ. വ്യാപനം എന്നാണ് തഫഷിയുടെ അർത്ഥം, അതിൻ്റെ സിഫത്താണ്. അശ്ശംസ. സാക്കിൻ സാമീമിനെ ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ ഉച്ചരിക്കണം. വൽ ഖമർ. ഖമർ ഖാഫിന് മാത്രം തഫ്ഖീം, റാഇനും തഫ്ഖീം. ഇടയ്ക്ക് മീം തർഖീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. വൽ ഖമർ. കുല്ലുൻ യജ്രി. കുല്ലുൻ തൻവീനിനെ യായിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. യജ്രി ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ലി അജലിൻ മുസമ്മ. അജലിൻ തൻവീനിനെ പൂർണ്ണമായും ശേഷം ഉള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകുക. വീണ്ടും മീം മുശദ്ദദ വരുന്നു, ശബ്ദ നൽകപ്പെട്ട മീം, അതിനെയും മണിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിലാണ് ഗുന്നത്ത് കൊടുക്കേണ്ടത്. ലി അജലിൻ മുസമ്മ. അലിഫിൽ വഖഫ് ചെയ്യുക. അലാ ഹുവൽ അസീസുൽ ഗഫാർ. ഹുവ അൽ അസീസു. ഐന് വ്യക്തമാക്കുക, സായി അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ ഗഫാർ. ഗൈനിന് തഫ്ഖീം കൊടുക്കണം. ഫായിനും അലിഫിനും തർഖീഖ്. വീണ്ടും അവസാനിപ്പിക്കുന്ന റാ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء
سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. بسم الله الرحمن الرحيم.